ഈ മണ്ണിന്റെ പാത്രം എന്ന് പറയുമ്പോൾ പ്രാചീന കാലത്തെ ആൾക്കാർ അത് ഉപയോഗിച്ചിരുന്നത് അവരുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ നമ്മൾ സംരക്ഷിച്ചു പോകുന്നു. ഈ ഇതുപോലുള്ള പാത്രങ്ങളാണ്. പഞ്ചായത്തിന്റെ അനുമതിയും തൊഴിൽക്കാരുണ്ടെങ്കിൽ ആ മണ്ണ് എത്തിക്കാനുള്ള അനുമതി, അല്ലെങ്കിൽ പട്ടിണികളും ചത്തുപോകും, വേറൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു ചട്ടി പണിയുള്ള മണ്ണും കൂടി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എത്രാമത്തെ വയസ്സിലാണ് ഇത് ഇങ്ങനെ ഇരുന്ന് പണി ചെയ്യാനായിട്ട്? കളിക്കാൻ പോണേ. അതിന്റെ സമയമില്ല. ഇന്നിപ്പോ ഞായറാഴ്ച പഠനമൊക്കെ ഏതുവരെ? ഡിഗ്രി വരെ. പഠിച്ചവനാണെന്നും പറഞ്ഞ് വല്ലവന്റെയും കൂടെ തൊഴിലന്വേഷിച്ച് നടക്കണ്ട. സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ ഇതിലിപ്പം എല്ലാ ഐറ്റവും ഉണ്ടാവും അല്ലേ? ബിരിയാണി പാത്രം. നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ മംഗലാംകുന്നിലാണ്. ഇവിടെ പരമ്പരാഗതമായിട്ട് മൺപാത്രം നിർമ്മിക്കുന്ന ഭരതൻ ചേട്ടൻ്റെ പണിശാലയിലാണ് ഞാൻ ഉള്ളത്. അദ്ദേഹം എന്നോടൊപ്പം ഉണ്ട്. അത്യാവശ്യം കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അങ്ങ് എത്ര കാലമായി ഈ ജോലിയിൽ ഏർപ്പെടാൻ തുടങ്ങിയിട്ട്? ഇത് 9 വയസ്സ് തുടങ്ങിയ പണിയാണ്. 9 വയസ്സ് 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി വെച്ച പണിയാണത്. അതിൻ്റെ ഇടയിൽ കുറേ കമ്പനിപ്പണി അങ്ങനെയൊക്കെ പോയിട്ട് ഒരു കുറച്ച് വർഷം അങ്ങനെ പോയി. ഇപ്പോൾ വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയപ്പോൾ കുറച്ച് സ്ഥലം ഒരു പണിസ്ഥലക്കായിട്ട് കിട്ടിയപ്പോൾ അവിടെ ഒരു 10-12 വർഷമായിട്ട് ഇപ്പോൾ ഇതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഇതിന് വേണ്ടുന്ന ഈ റാ മെറ്റീരിയൽ, അതായത് ഈ ചെളി എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? കിട്ടാൻ പാടാണ്. മുമ്പേ ഒറ്റപ്പാലം ഭാഗങ്ങളിലൊക്കെ എന്താ ജയദേശം കിട്ടിയായിരുന്നു. ഇപ്പോൾ അതവിടെയൊക്കെ വടച്ചേട്ടലും ഒരു പുറമ്പോക്ക് ഭൂമികളിലൊക്കെ അയൽക്കൂട്ടക്കാർ കൃഷി ചെയ്യലും ഒക്കെ കാരണം കൊണ്ട് ഇപ്പോൾ അവിടെ കിട്ടാറില്ല. പിന്നീട് പട്ടാമ്പി ആറങ്ങോട്ടുകര ഭാഗങ്ങളിലൊക്കെ കൊടുന്ന് പണിതിരുന്നു. ഇപ്പോൾ അതും അവിടെയും ബ്ലോക്കായി. ഇപ്പോൾ എല്ലാവരും കിണർ കുത്തി കിട്ടുന്ന മണ്ണോ അങ്ങനെയെങ്കിലും മണ്ണ് എവിടെയെങ്കിലും അറിഞ്ഞു കിട്ടിയ മണ്ണ് കൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മണ്ണിൻ്റെ പ്രത്യേക സംവിധാനങ്ങളൊന്നും ശരിയായിട്ടില്ല. ഞങ്ങൾ തൊഴിലിനൊക്കെ ഇപ്പോൾ ഭയങ്കര അന്യം നിന്ന് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ തൊഴിൽ നിൽക്കുന്നത്. മണ്ണ് കിട്ടാതെ വരുന്നത്. കിട്ടിയ മണ്ണ് കൊണ്ട് ഇപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നത് മാത്രം. ഇവിടെ എന്തൊക്കെ ഐറ്റം പാത്രങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? ഐറ്റം ഒരു മനുഷ്യ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും വീട്ടിൽ ചെമ്പ് പൊട്ടുംപാനി ചീനച്ചട്ടി വാർപ്പ് ചട്ടി ചരക്ക് ചട്ടികൾ അങ്ങനെയുള്ള ചട്ടികൾ മനുഷ്യ നിത്യോപയോഗ സാധനങ്ങൾ പോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ചട്ടികളെല്ലാം ഗ്യാസിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്യാസിൽ വെച്ച് ഉപയോഗിക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഈ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്നൊന്ന് എടുത്ത് കാണിക്കാം. ഇതിപ്പോൾ ഇഡ്ഡലി ചെമ്പാണത്. ഇപ്പോൾ അവിടെ ഉള്ള ഒന്ന് 4 കുഴിയുള്ള തട്ടൊന്ന്, പിന്നെ 5 കുഴിയുള്ള തട്ടിയൊന്ന് ഇതാത്തൊരു ഇഡ്ഡലി ചെമ്പാണ്. ഇത് ഇഡ്ഡലി ചെമ്പാണ്. ഇതിൻ്റെ അടിയിൽ വരുന്ന തട്ട് 4 കുഴി തട്ട്. ഇത് 4 തട്ടുണ്ടാവും. ഇതിന് 4 ഇഡ്ഡലി. ഇതിന് 5 കുഴി. ഇതിന് 5 ചെമ്പ് 5 കുഴികളുടെ മുകളിൽ ഇങ്ങനെ വെക്കും. ഈ മൂടിയും വെക്കും. ഇഡ്ഡലി ചെമ്പ്. പണിതെടുക്കാൻ ഭയങ്കര കഷ്ടമാണ്, എന്നാലും ചെലവുണ്ട് അതിന്. വീടൊക്കെ കുത്തുമ്പോഴുള്ള കിട്ട മണ്ണാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മണ്ണ് ഇവിടെ കൊണ്ടുവന്നാൽ അരച്ചെടുക്കുമോ? ഇവിടെ ഒന്ന് അരയ്ക്കണം. അതായത് പണ്ടത്തെ ഞങ്ങൾ സ്വന്തമായിട്ട് കളക്ട് ചെയ്യുന്ന മണ്ണ് പോലല്ലേ ഇത്. ഇതെല്ലാം കലർന്നിട്ടാണ് വരിക. മണ്ണും കട്ടയൊക്കെ ഉണ്ടാവും, കല്ലും മറ്റേ കല്ലൊക്കെ ഉണ്ടാവും. കല്ലൊക്കെ അരച്ചു കൂട്ടിയിട്ടാണ് ഇപ്പോൾ പണിയുള്ളത്. പണ്ട് ഞങ്ങൾ കളക്ട് ചെയ്യുന്ന കാലത്ത് അതിൻ്റെ നല്ല നോക്കി നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ മണ്ണ് നോക്കിയിട്ടാണ് നമ്മളത് മണ്ണ് അവിടെ നിന്ന് എടുത്തിട്ട് വരിക. ഇപ്പം അത് കിട്ടുന്നില്ല. അപ്പോൾ അതിന് വരവ് മെഷീനൊക്കെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള വരവ് മെഷീനൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് ഈ മണ്ണിൻ്റെ പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണ് ഈ തൊഴിലിന്. അതിനെക്കുറിച്ച് അങ്ങ് എന്ത് പറയുന്നു? അതായത് നമ്മൾ ഈ മാറി മാറി വരുന്ന സർക്കാർ എന്തെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് പോകാനുള്ള മണ്ണെങ്കിലും റേഷൻ കണക്കിനെങ്കിലും തരണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണല്ലോ. അതെ, കാരണം നമുക്ക് ഈ മണ്ണ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഒന്നാമത് ഇത് പിന്നെ മൂല്യവർദ്ധിത സംഭവങ്ങളൊന്നും മൂല്യവർദ്ധിത പാത്രങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഇതൊക്കെ ഇറക്കിയെങ്കിലും ഇത് ബൾക്കായിട്ട് ഒരു ചട്ടി ഉണ്ടാക്കുന്ന മണ്ണിനെ വലിയ വലിയ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ആ മണ്ണും കൊണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ അതും നിത്യോപയോഗ. അത് എനിക്ക് മനസ്സിലായില്ല. അതായത് ഒരു ചട്ടി പണിന് ഇത്ര മണ്ണ് വരുള്ളൂ. പക്ഷെ മറ്റുള്ള സാധനങ്ങൾ പണിയുമ്പോൾ ഈ ചട്ടിനെക്കാട്ടിലും
അത് ഏകദേശം മണ്ണ് അധികം വരുന്ന പല സംഭവങ്ങളും പണിയുണ്ട്. ചട്ടി പൂച്ചട്ടിയൊക്കെ അത് ഒരുപാട് മണ്ണ് വരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പണിയുന്ന പല കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഉപജീവന നമ്മൾ വേണ്ടെന്ന് പറയില്ല. അത് മാത്രമല്ല, അത് മെഷീനിലൊക്കെ ഉപയോഗിച്ചല്ലേ ചെയ്യണത്, വേണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവർക്കെല്ലാവർക്കും മണ്ണ് അവർക്ക് കിട്ടുന്നുണ്ട്. മണ്ണ് അവർക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അത് വലിയ വ്യവസായങ്ങളും നിങ്ങളത് കുടിൽ വ്യവസായം. അപ്പൊ അവർക്കൊക്കെ മണ്ണ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ 1 2 ഇപ്പൊ ശ്രീശോരം പഞ്ചായത്ത് എന്ന് വെച്ചാൽ എവിടെയും മണ്ണില്ല. ഈ ശ്രീശോരം പഞ്ചായത്തിൽ എവിടെയും മണ്ണില്ല. നമുക്കൊരു കിണർ കുഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പറമ്പ് കിളച്ചിട്ടോ മണ്ണ് കിട്ടാനില്ല. ഒറ്റപ്പാലം പഞ്ചായത്തിലെ മണ്ണുണ്ട്. പിന്നെ അങ്ങനെ തുടങ്ങിയ അങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു അനുമതി കിട്ടണം. അതിന് പിന്നെ എന്ത് തന്നെയായാലും മൺപാത്ര നിർമ്മാണക്കാരനാണ് അവന്, ഇതാണ് അവൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. ഇതിൻ്റെ പിന്നിൽ യാതൊരു നിയമ നടപടികളും ഉണ്ടാവരുത്. കാരണം അവൻ്റെ തൊഴിൽ കാർഡ് കണ്ട അവൻ ആ മണ്ണ് കൊടുക്കാനുള്ള ഒരു അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. ഇനിയെങ്കിലും മാറി ബൾക്കായ സാധനങ്ങൾ പറഞ്ഞ് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. അത് ഉപജീവന മാർഗ്ഗമാണ്. അവരെ തൊഴിലിനോട് എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ അവർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും ലഭ്യതയുണ്ട്. അതായത് ഒരു ചട്ടി പണിയുന്നത് 5 ചട്ടിയുള്ള മണ്ണ് വേണം ഈ ചട്ടി കൊടുക്കുന്ന റേറ്റിനുള്ള ഒരു ചട്ടി അവർക്ക് കൊടുക്കാൻ. അത്രയും മണ്ണ് അതിൽ വരണം. അത്രയും മണ്ണ് അവർ വേവിച്ച് വെന്ത് കൊടുക്കാനാണ്. നമുക്ക് ഒരു ചട്ടി പണിയുള്ള മണ്ണും കൂടി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പൂച്ചട്ടി ഇല്ലെങ്കിൽ പിന്നെ പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടൽ, ഒരു നഴ്സറി തുടങ്ങിയ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതല്ല ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞിങ്ങനെയാണ് മണ്ണ് കിട്ടണം. അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾക്ക് പിന്നെ ചെറുതായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 1 2 ലോഡ് മണ്ണിൻ്റെ ആവശ്യം വരുള്ളൂ വർഷത്തിലേക്ക്. ഇത് കിട്ടുന്നത് അവൻ്റെ തൊഴിൽ കാർഡും അവൻ്റെ പഞ്ചായത്തിൻ്റെ അനുമതിയും തൊഴിൽ കാർഡും ഉണ്ടെങ്കിൽ ആ മണ്ണ് എത്തിക്കാനുള്ള അനുമതി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതാണ് നമ്മളുടെ. അല്ലെങ്കിൽ പട്ടിണികളും ചത്തുപോകും, വേറൊന്നും ഉണ്ടാവില്ല. അത്ര കഷ്ടമാണ്. ഇത് കിട്ടില്ലെങ്കിൽ വേറൊരു തൊഴിലറിയില്ല, ഒരു കൂലിപ്പണിക്ക് പോകാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ചില കുട്ടികളൊക്കെ തൊഴിൽപ്പണിക്ക് പോകുന്നുണ്ട്, വേറെ തൊഴിലറിയില്ല. പിന്നെ ഈ മോൻ ഇതിന്റെ പണി തുടങ്ങിയിട്ട് എത്ര കാലമായി? അവനിപ്പോ ഞാൻ കൊച്ചിലേ പഠിപ്പിച്ചു. അവനെ ഞാൻ കൊച്ചിലേ പഠിപ്പിച്ചു, തൊഴിൽ പഠിപ്പിച്ചു. രണ്ടാൾക്കും അറിയാം, മൂത്തവനും അറിയാം, അവനും അറിയാം. അവനിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതല്ലേ പറഞ്ഞ് മണ്ണിൻ്റെ ലഭ്യത കുറഞ്ഞപ്പോൾ അവൻ മെല്ലെ മാറി. ഇപ്പം ഇവനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. മണ്ണിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. ഇതൊക്കെ കാണിച്ചെന്നാലും ഇത്രയും പാത്രങ്ങൾ വെറൈറ്റി ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇത് അടിച്ചിറക്കാനും ഇത് ചെയ്തെടുക്കാനും അത്യന്താപേക്ഷമായിട്ടുള്ള നമ്മുടെ കളിമണ്ണിൻ്റെ ലഭ്യത കുറഞ്ഞാൽ ഈ ജീവിതം മുട്ടിപ്പോകും. വളരെ കഷ്ടമായി നിൽക്കുകയാണ് മണ്ണിൻ്റെ. അതിലാണ് നിയമാനങ്ങൾ തന്നെയാണ്. ഒന്നാമത് അനധികമായിട്ട് മണ്ണെടുക്കൽ, പിന്നെ പാടനകത്തിൽ അങ്ങനെയുള്ള പ്രശ്നം, പാടം കുഴിക്കൽ അങ്ങനെയുള്ള പ്രശ്നം വന്നപ്പോഴാണ് ഇതിനൊരു ബ്ലോക്ക് വന്നത്. പക്ഷെ അത് നന്നായിട്ട് ബാധിക്കും. അത് വേണ്ടതാണ്, നമുക്ക് ഇല്ലയെന്ന് പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ഈ ഒരു തൊഴിൽ കാർഡും നമ്മുടെ പഞ്ചായത്തിൻ്റെ അനുമതിയോടെ നമ്മളൊരു സ്ഥലത്ത് പോയൊരു മണ്ണെടുക്കുമ്പോൾ ആർക്കും ഉപദ്രവില്ലാതെ കിട്ടുന്ന മണ്ണ് നമ്മൾ കളക്ട് കൊണ്ടുവരുള്ളൂ. അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനൊരു തടസ്സം ഉണ്ടാകുന്നു നിയമപരമായിട്ട്. അങ്ങനെ വന്നാലേ ഇത് പണി മുന്നോട്ട് പോകില്ല, നടക്കില്ല. ഈ ഒരു ഇഡ്ഡലി ചെമ്പ് പണിയാൻ എത്ര സമയം എടുക്കും? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാം? ഈ മൺപാത്രത്തിൽ ഒന്നും സമയപരിധി കണക്കാക്കാൻ ഭയങ്കര പാടാണ്. കാരണം വെച്ചാൽ അത് പണിത് വെച്ചാൽ അത് ഉണങ്ങി അതിൻ്റെ പാകത്തിന് ഉണങ്ങി കിട്ടി അത് തല്ലി പരുവപ്പത്തി എടുക്കുമ്പോഴേക്കും അതിന് ഇത്ര സമയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പണിക്ക് തന്നെ രാവും പകലും പണിയെന്നാ പറയാ. ഇതിന് ടൈമില്ല. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പണിത് തീർക്കാം എന്നുള്ള രീതിയിൽ, ഒരു കൂലിക്ക് പണിയാന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും ഈ പണി സമർപ്പിക്കാൻ പറ്റില്ല. രാവിലെ പണിത് വയ്ക്കും, വൈകുന്നേരം നമുക്ക് തല്ലി തരില്ലെങ്കിൽ നാളെ തല്ലി തരും, അങ്ങനെയുള്ള കണ്ടീഷനിലാണ്. ഇപ്പോൾ രാത്രിയും പണിയുന്നു. രാത്രിയും പണിതാലാണ് അത് സാധനമില്ലെങ്കിൽ വേസ്റ്റായി പോകും. ഉണങ്ങി പോയി കഴിഞ്ഞാൽ മണ്ണിന്റെ പരുവം പോകും. ഉണങ്ങി പോയി കഴിഞ്ഞാൽ മണ്ണിന്റെ കൂടെ തന്നെ പറ്റില്ല, പിന്നെ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പാത്രം എത്ര രൂപയാണ് മാർക്കറ്റിൽ? ഇതിപ്പോ ഇവിടെ 500 റുപ്യൊക്കെ വന്നാൽ കൊടുക്കും ഈ സെറ്റ്. മാർക്കറ്റിൽ ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നവർ നമുക്ക് ചെറിയൊരു മാർജിൻ ഇട്ട് കൊടുത്താൽ അവർ കൊണ്ടുപോകണം. അവരെന്ത് വിലയ്ക്ക് കൊടുക്കുന്നുള്ളൂ നമുക്ക് പറയാം. എന്തായാലും നല്ല വിലയാകും. കാരണം വലിയ പണിയാണ്. വലിയ പണിയാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാം. ചേട്ടാ അതൊന്ന് അടപ്പെടുത്താം, ഒന്നുകൂടെ നോക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെറ്റായി വളവില്ലാതെ കിട്ടി. ഓരോന്നായിട്ട് ഇതൊക്കെ ഇങ്ങനെ സെറ്റായി വളവില്ലാതെ കിട്ടി സെറ്റായി ഇതിലിങ്ങനെ സൂട്ടായി കിട്ടാൻ നല്ല
പണിയുണ്ട്, നോക്കി ചെയ്യുന്ന വേണം. അതായത് മറ്റുള്ള പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ലാഘവത്തോടുകൂടി അത് നടക്കില്ല. ഇനി അടുത്തത് പിന്നെ അടുത്ത് പുട്ടുംപാനിയാണ്. പുട്ടുംപാനി ഇത് പുട്ടുകുടം. പുട്ടുകുടം ഇത് ആ ഭാഗങ്ങളൊക്കെ പുട്ടുകുടം എന്ന് പറയും. ഇത് കുഴല്. അതായത് പുട്ട് കുറ്റിയെന്ന് കുഴല്. ഇതിനൊരു ചില്ലുണ്ടാവും, അതും കളിമണ്ണിൻ്റെയാണ്, അടപ്പും കളിമണ്ണിൻ്റെയാണ്, മൊത്തം സെറ്റ്. ഇതും അതിൻ്റെ പരുവത്തിൽ പണിതെടുക്കാൻ ടൈം നിശ്ചയിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഇത്ര കൂലിക്ക് പണിയാ അങ്ങനെ ഒരു ഇതിനുണ്ടാവും. ചിലപ്പോൾ ഇതൊക്കെ പണിത് ചോളിന് 1-2 പോയി കഴിഞ്ഞാൽ അതും നഷ്ടമാണ്. അപ്പം അതിന് കൂലി നിശ്ചയിച്ചുള്ള ഒരു പണി ഇതിൽ ലാഭം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കിത് ഇതാണ് ഒരു തൊഴിൽ എന്നുള്ള രീതിയിൽ ഇതും കൊണ്ട് ഉപജീവനമാർഗം നടത്താനുള്ള രീതിയിൽ വളരെ ഭയത്തോടും ഭക്തിയോടും പോയാലേ അത് മാർക്കറ്റിൽ ഇറക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ഐറ്റം ഇതാ മൂടിപ്പാത്രങ്ങളാണ്. ഇപ്പോൾ പുതിയ മുടത് ഗ്യാസിൽ വെക്കാൻ പറ്റിയ ഐറ്റം ഇതല്ലേ, മൂടക്കട്ടില്ലേ, മറിഞ്ഞു വീഴില്ല. അത് മൂട് നല്ല കട്ടിയാണ്, കട്ടിയുണ്ട്, നല്ല കട്ടി. ഗ്യാസിൽ വെക്കാം, മറിഞ്ഞു വീഴില്ല, ഉരുണ്ട് വീഴില്ല, വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉണ്ടാവും. ഇനി അടുത്തത് ഇതിനൊക്കെ മൂടിയുള്ളതാണ്. ഇത് മൂടി ഇപ്പം ഇല്ല, റെഡിയിൽ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇത് വെക്കാത്തത്. ഇത് പരന്ന പാത്രമാണ്. ഇത് ഒരു മൂടി പാത്രമാണ്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റിയ പാത്രങ്ങൾ, പഴയ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. അടി മൂട് പരന്നത് വൃത്തിയാക്കി കയറ്റാം. പിന്നെ അത് ഇറച്ചിക്കറിയൊക്കെ വെക്കാനുള്ള നല്ല പരുവത്തിന് വെക്കാനുള്ള. പിന്നെ ബിരിയാണി അത് ഒരു ഇപ്പൊ നല്ല ചെലവായിരിക്കുമല്ലോ നിങ്ങൾക്ക്. കാരണം ചട്ടി ബിരിയാണി ഇപ്പം ചട്ടി ബിരിയാണി ഒരു സംസ്കാരം തന്നെ ആയിരിക്കുമല്ലേ. ചട്ടിച്ചോറ് എല്ലാം ചട്ടി ചേർത്ത് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതായത് നിങ്ങളുടെ കാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ നല്ല കാലം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ചട്ടിച്ചോറ്, ചട്ടി ബിരിയാണി, അങ്ങനെ എന്തോ ഈ ചട്ടി ചേർത്തിട്ട് മീൻ ചട്ടിയിൽ വെച്ചത്, ചട്ടിയിൽ വെച്ച ചോറ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ മൺകലത്തിൽ വെച്ച ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു സംസ്കാരം. ഇപ്പോൾ അത് അങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളെ കാലം നല്ല കാലം ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല കാലം വന്ന് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ മണ്ണിൻ്റെ ക്ഷാമം നികത്തി കിട്ടാവുന്ന ഭാഗങ്ങളിലെല്ലാം മണ്ണ് കലട്ടേക്കുള്ളൊരു സംവിധാനമൊക്കെ സർക്കാർ ഉണ്ടാക്കി തരുന്ന കാലത്ത് അങ്ങനെയും കൂടി വരണം. എന്നാലേ ഈ തൊഴിലൊക്കെ നിലനിൽക്കുള്ളൂ. അല്ലാതെ മണ്ണ് എവിടെയെങ്കിലും ഒരു കിണർ കുത്തി ആ മണ്ണ് കിട്ടിയിട്ട് അതുകൊണ്ട് ഉപയോജന മാർഗം നടത്താമെന്നുള്ള വിശ്വാസത്തിലൊന്നും ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് കാര്യപ്പെട്ട ആൾക്കാർ കണ്ട് ഇടപെട്ട് ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ട് ഉപകരിക്കുന്ന ഒരു സംഭവമാണെന്ന് കരുതി ഈ മണ്ണിൻ്റെ പാത്രം എന്ന് പറയുമ്പോൾ പ്രാചീന കാലത്തെ ആൾക്കാർ ഇത് ഉപയോഗിച്ചിരുന്നത് അവരുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് പോകുന്നു ഈ ഇതുമായിട്ടുള്ള പാത്രങ്ങളാണ്. അങ്ങനെ ഈ പാത്രം നമ്മുടേതായാലും നമ്മുടെ ഓരോ വ്യക്തിയുടെയും പിന്നെ ജീവിതത്തിലെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഭവമാണെന്നുള്ള രീതിയിൽ ഇത് കണ്ടുകൊണ്ട് ഇത് ഭരണകർത്താക്കളും ഇത് നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ആൾക്കാരെല്ലാവരും കൂടി ഇത് കണ്ടുകൊണ്ട് ഈ മണ്ണ് എവിടെയെങ്കിലും കളക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന രീതിയിൽ ആക്കി തന്നാൽ വളരെ ഉപകാരമാണ്. ഇല്ലെങ്കിൽ ഇതും അന്യം നിന്ന് പോകും. ഇത് പിന്നെ ഉപയോഗിക്കാൻ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ പ്രധാനമായിട്ടും മണ്ണ് കിട്ടുന്നത് എവിടെയെന്ന് പറഞ്ഞത് അത് മണ്ണ് എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ വയനാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എല്ലാ ഭാഗത്തു നിന്നും മണ്ണുകൾ വരുന്നുണ്ട്. മണ്ണൊക്കെ അവർ എടുക്കുന്നത് അവിടുത്തെ കൃഷി നിലത്തിൽ കൃഷിക്ക് പ്രായോഗികമായിട്ടുള്ള രീതിയിലും കൃഷി ഉണ്ടാക്കി അപ്പോൾ അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ടി വരും. ആ മണ്ണ് ഒക്കെയാണ് ഇപ്പോൾ എല്ലാവർക്കും അടിച്ചു കൊടുക്കുന്നത്, കിണർ കുത്തുന്നത്. ഇതാണ് അവസ്ഥ. മണ്ണിൻ്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. ഇതൊക്കെ കാണിച്ചെന്നാലും ഇത്രയും പാത്രങ്ങൾ വെറൈറ്റി ഉണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഇത് അടിച്ചിറക്കാനും ഇത് ചെയ്തെടുക്കാനും അത്യന്താപേക്ഷിതമായിട്ടുള്ള നമ്മുടെ കളിമണ്ണിൻ്റെ ലഭ്യത കുറഞ്ഞാൽ ഈ ജീവിതം മുട്ടി